ഇന്നെന്താണെന്ന് അറിഞ്ഞൂടെ, ഒരു മടി പിടിച്ചൊരു ദിവസമായിരുന്നു രാവിലെ തന്നെ. എന്തായാലും അടുക്കളയിലൊക്കെ വന്ന് കറി വെച്ചതുണ്ടായിരുന്നു, ബീഫ് കറി. എന്നാൽ പിന്നെ കുറച്ച് ഒറോട്ടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് ഇപ്പോൾ വെള്ളമൊക്കെ വെച്ച് ഇന്നലെ രാവിലെ ഒറോട്ടി പെരുന്നാൾക്ക് ഉണ്ടാക്കി 2 ഒറോട്ടി ഉണ്ടായിരുന്നു ബാക്കി. അതും കൂടെ അതൊക്കെ പിച്ചിട്ട് കുറച്ച് പൊടിയൊക്കെ നല്ലപോലെ വാട്ടിയെടുത്ത് ഞാൻ കൗണ്ടർ ടോപ്പിലിട്ടിട്ടുണ്ട്. ആ അടുപ്പിൽ തന്നെ ഞാൻ അരിയും കുക്കറിനകത്തിട്ട് പിന്നെ അതൊക്കെ ഒതുക്കി പൊടിയൊക്കെ ശരിയാക്കി വരുമ്പോഴത്തേന് ചോറവിടെ കിടന്ന് വേവുമല്ലോ. ആ സമയത്ത് ഓരോരുത്തർ എണീറ്റൊക്കെ വരുന്നുള്ളൂ. ചായയൊക്കെ ഇട്ട് കൊടുത്ത് നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടൊക്കെ കാണുമെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണുക, സ്കിപ്പ് ചെയ്യാതെ കൂടെ കാണുക, ലൈക്കും കമൻറ്റൊക്കെ തന്ന് സപ്പോർട്ട് ചെയ്യുക. ഞാൻ കറി അങ്ങ് തിളക്കാൻ വെച്ചിട്ടുണ്ട്. ഞാൻ ചോറൊക്കെ കിടന്ന് വെന്തിട്ടുണ്ട്. ഞാൻ അതിൻ്റെ എയറൊക്കെ പോകുമ്പോഴത്തേന് പൊടിയൊക്കെ നല്ലപോലെ കുഴച്ച് ഉരുട്ടെടുത്ത് കൊണ്ട് വരട്ടെ. ചില സമയങ്ങളിൽ കുക്കറിൽ വെച്ചാൽ ഇങ്ങനെ വെള്ളം മൊത്തം വെളിയിൽ പോവും. എന്താ അറിഞ്ഞൂടെ, വെള്ളം കൂടിപ്പോയതും അറിയില്ല. ആകെ കൂടെ മടി പിടിച്ചൊരു ദിവസമായിരുന്നു. അത് കൂടെ കുക്കറും പണി തന്നു. പിന്നെ അതൊക്കെ എല്ലാം ക്ലീനാക്കി വൃത്തിയാക്കിയതിന് ശേഷം പിന്നെ ഞാൻ ഒറോട്ടി ചട്ടി വെച്ചത്. ഒറോട്ടിയൊക്കെ ഒന്ന് പ്രസ് ചെയ്തെടുക്കണം. ഞാൻ പരത്തുന്നൊന്നുമില്ല, പ്രസ് ചെയ്ത് ചുട്ടെടുക്കാമെന്ന് വിചാരിച്ച്. പിന്നെ ഞാൻ മെഴുക്കുരട്ടിക്ക് തന്നെ വെണ്ടയ്ക്കയും സവാളയൊക്കെ അവിടെ അരിഞ്ഞ് വെച്ചായിരുന്നു, കയ്യിന് ഒഴിവിട്ടിയപ്പോൾ അതവിടെ വെക്കാം. പിന്നെ മീൻ കുറിച്ചായിരുന്നു. അപ്പോൾ പിന്നെ തേങ്ങ അരച്ച് കറി വെക്കാമെന്ന് വിചാരിച്ച് നാളികേരമൊക്കെ പൊട്ടിച്ച് തേങ്ങയൊക്കെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കട്ടെ. കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളകും പൊടിയും വെളുത്തുള്ളി ജീരകമിട്ട് നല്ല പോലെ നരച്ചെടുക്കും. ഞാൻ മല്ലിപ്പൊടിയൊന്നും ഇടലില്ല കേട്ടോ. ചിലരൊക്കെയാണ് മല്ലിപ്പൊടി, ഞാൻ ഇടാറില്ല മല്ലിപ്പൊടി. ഞാൻ പച്ചമാങ്ങയൊക്കെ ഇട്ട് നമുക്കിത് അടുപ്പത്ത് വെച്ചെടുക്കാം. ഞാൻ പുളിക്ക് പകരമാണ് ഈ പച്ചമാങ്ങ ഇട്ട് വെച്ചത്. നമ്മൾ പച്ചമാങ്ങ ഇട്ട് വെക്കുകയാണെങ്കിൽ കറി നല്ല ടേസ്റ്റാണ്. രണ്ട് കഷ്ണം മീൻ വറുക്കും വേണം. അപ്പം അതും കൂടി അങ്ങ് മസാല തേച്ച് വെച്ചാൽ ആ ജോലി അങ്ങ് ഒതുങ്ങുമല്ലോ. ഒരു തുണി കഴുകാനും മുറ്റം തൂക്കാനൊക്കെ ഉണ്ട്. എൻ്റെ ഇടയിൽ നല്ല മഴയുണ്ട്. മഴ പെയ്യും, അതുപോലെ നിൽക്കും, വീണ്ടും പെയ്യും. പുറത്ത് തുണി ഇടാനൊന്നും പറ്റുന്നില്ല. അതിൻ്റെ കൂടെ ഒരാൾ നിൽക്കണം. എനിക്ക് കുറച്ച് മാങ്ങ കൊടുന്നേ, കുറച്ച് ഉപ്പ് മഞ്ഞൾ വെള്ളത്തിലിട്ട് വെച്ചാൽ പിള്ളേർ ചോദിക്കുമ്പോൾ നമുക്ക് എടുത്തു കൊടുക്കാമല്ലോ. കഴുകി വെച്ചാൽ അവർക്ക് വേണ്ട പോലെ എടുത്ത് കഴിക്കാമല്ലോ പിള്ളേർക്ക്. കുറേ മെഷീനിലിട്ടിട്ടുണ്ട്. പിന്നെ ഇതൊക്കെ എന്നാൽ മറ്റുള്ള തുണിമേൽ കളറ് പിടിക്കുന്ന ഐറ്റം കുറച്ച് തുണികളാണ്. അപ്പോൾ ഇത് ഇവിടെ തന്നെ പുറത്ത് തന്നെ കഴുകിയിടാമെന്ന് വിചാരിച്ച്. നമുക്ക് പിന്നെ ആരെങ്കിലും പുറത്തേക്ക് ഇറങ്ങിയാൽ മതി, അവരെ കൂടെ ഇറങ്ങി നമുക്ക് മണ്ണും വെള്ളവും ആയാൽ മതി കളിക്കാൻ. കൂടെ ആരും വേണമെന്നൊന്നുമില്ല, കുറച്ച് മണ്ണും വെള്ളവും കിട്ടിയാൽ മതി. ഈ തുണിയൊക്കെ മഴ പെയ്താലേ ഉണങ്ങിയാലും ഒരു നനവാണ്. അപ്പോൾ ഇതൊക്കെ ഒന്ന് കൊണ്ടുപോയി മടക്കി ഒതുക്കി വെക്കണം. ഇന്ന് വെള്ളിയാഴ്ച ദിവസം പള്ളിയിൽ നിന്ന് വരുമ്പോൾ അതിന് കുളി അയച്ച് കയറണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട്.
ഒത്തിരി മടക്കി വെക്കാനുണ്ട്. അലമാരയൊക്കെ വലിച്ചിട്ടിട്ടുണ്ട്. അതിനകത്തുള്ള തുണി മൊത്തം പുറത്തിട്ടേക്കണം. അതൊക്കെ ഒന്ന് ഒതുക്കി വെക്കണം. കറി താളിക്കാനും ഉണ്ട്, മീൻ വറുക്കാനും ഉണ്ട്. ബാക്കി ജോലിയൊക്കെ കഴിഞ്ഞ് അതിൻ്റെ ഇടയിൽ കൂടെ ഒക്കെ എത്ര മടി പിടിച്ചിരുന്നാലും കഴിക്കാൻ നേരമാകുമ്പോഴത്തേന് നമ്മൾ എണീക്ക് തന്നെ വേണമല്ലോ. പിന്നെ ആ മടി അതിൽ പോകണമെന്ന് അറിഞ്ഞൂടാ. ഇന്നലെ ഞങ്ങൾക്ക് പെരുന്നാളൊന്നും ഇല്ലായിരുന്നു. ഇന്നലെ ഒരു മരിപ്പുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഇന്നലെ ഫുഡ് പുറത്തുനിന്ന് കൊടുന്നായിരുന്നു രാത്രി. ഉച്ചയ്ക്ക് പിന്നെ ഇക്കയുടെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ നിന്നാണ് ബിരിയാണി കൊടുന്നത്. അതങ്ങനെ കഴിച്ച്. പിന്നെ രാത്രി വെളിയിൽ നിന്നൊക്കെ മജ്ബൂസ് എങ്ങാണ്ട് വാങ്ങിച്ചു കൊടുന്ന്. അതിൻ്റെ ബാക്കി ഉണ്ടായിരുന്നു. അപ്പോൾ പിള്ളേർക്ക് അതും ചൂടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു. അതും ചൂടാക്കി വെച്ച് ഇനി ചോറൊക്കെ ഒന്ന് വിളമ്പി കൊടുക്കട്ടെ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യുക. ഇഷ്ടമെങ്കിൽ ലൈക്കും കമൻറ്റൊക്കെ തരിക.